പ്രിയപ്പെട്ട കുട്ടികളെ, മാട്രിക്സിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മാട്രിക്സിൻ്റെ ഓപ്പറേഷൻസ് ആയിരുന്നു, അല്ലേ? ഓപ്പറേഷൻസ് ഓൺ മാട്രിസസ് എന്നുള്ള ഭാഗമാണ് പറഞ്ഞത്. ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഓപ്പറേഷൻ തന്നെയാണ്. 4 തരത്തിലുള്ള ഓപ്പറേഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഒന്ന് മാട്രിക്സ് അഡീഷൻ, മാട്രിക്സ് സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മാട്രിക്സ് ബൈ എ സ്കാലാർ. ഈ 3 സാധനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അതിന് കൂടെ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ് തന്നെ, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മാട്രിസസ്. അപ്പോൾ എങ്ങനെയാണ് 2 മാട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമുക്ക് ഇനി അങ്ങോട്ട് എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമുള്ളൊരു കാര്യമായതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അടുത്ത ക്ലാസ്സിൽ പറയാം എന്ന് പറഞ്ഞ് ബാക്കി നിർത്തിയായിരുന്നു. ഓക്കെ, ഇത് നമ്മൾ പറയാൻ പോകുന്നത് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇത് വളരെ ചെറിയൊരു ക്ലാസ്സാണ്. ഇതിൽ ഈ ഒരു സെഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് മാത്രം നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ, കാരണം എപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആകുന്ന ഒരു കാര്യമാണ് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത്. അപ്പം മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് മാത്രമാണ് ഈ ക്ലാസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല തറവായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമുക്ക് മുന്നോട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. നോക്കൂ, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് പറയാൻ പോകുന്നത്. മൾട്ടിപ്ലിക്കേഷൻ പറയുന്നതിന് മുമ്പ് നമ്മളൊരു ചെറിയൊരു സിറ്റുവേഷൻ നമ്മൾ എടുക്കുകയാണ്. 2 കുട്ടികളുണ്ട്. ഒരു ആൾ അനു, ഒരാൾ വിനു. ഇവർ 2 പേരും പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങൾ, സ്കൂള് തുറക്കാൻ പോവാണ്, അല്ലേ? സ്കൂളൊക്കെ തുറക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അധികം താമസിയാതെ സ്കൂള് തുറക്കും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് അവരെന്താണ് കുറച്ച് സാധനങ്ങൾ, സ്കൂളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ പോവാണ്. എന്തൊക്കെയാണ് അവർ മേടിക്കുന്ന സാധനങ്ങൾ? ഒന്ന് പെന്ന്, പെൻസില്, ബുക്ക്. ഈ 3 കാര്യങ്ങളാണ് അവർ മേടിക്കാൻ വേണ്ടി പോകുന്നത്. പുറത്തേക്ക് മാർക്കറ്റിൽ പോയിട്ട് ഇത് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിൽ നോക്കൂ, അനു മേടിക്കുന്ന സാധനങ്ങളുടെ ഒരു നമ്പറാണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്. ഏതാ? അനു 5 പെന്ന് മേടിക്കുന്നുണ്ട്, 3 പെൻസിൽ മേടിക്കുന്നുണ്ട്, 2 ബുക്ക് മേടിക്കുന്നുണ്ട്. ഓക്കെ, വിനു ആണെങ്കിൽ 3 പെന്നും 2 പെൻസിലും 4 ബുക്കുമാണ് മേടിക്കുന്നത്. അപ്പൊ ഇവര് നോർമലി കടയിൽ പോയി മേടിക്കുന്ന സമയത്ത് ഓരോ പെന്നിനും പെൻസിലിനും ബുക്കിനും ഉള്ള വിലകൾ ഉണ്ടായിരിക്കും, അല്ലെ? അതിനനുസരിച്ചായിരിക്കും അവര് ടോട്ടൽ സംഖ്യ കടയിൽ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെ കോസ്റ്റും തന്നിട്ടുണ്ട്. ഏതാണ്? പെന്നിന് ഒന്നിന് 5 രൂപയാണ്, പെൻസിലിന് ഒന്നിന് 3 രൂപയാണ്, ഒരു പെൻസിലിന് 3 രൂപയാണ്, 10 രൂപയാണ് ഒരു ബുക്കിന്, ഒരു നോട്ട് ബുക്കിന് 10 രൂപയാണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അല്ലെ? അനു എത്ര രൂപയാണ് കൊടുക്കേണ്ടി വരിക? ഇത്രയും സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ ആ കടയിൽ കൊടുക്കേണ്ട രൂപ എത്രയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. വിനു കൊടുക്കേണ്ട രൂപയും നമുക്ക് പറയാൻ കഴിയും. സിമ്പിൾ ആണ്, അല്ലെ? ഒരു 5 പെന്നിന് 5 രൂപ വെച്ച് 5 × 5, 3 പെന്നിന് 3 രൂപ വെച്ച് 3 × 3, 3 പെൻസിലിന് 3 × 3, 2 ബുക്കിന് 2 × 10, അല്ലെ? ഇതേപോലെ വിനു കൊടുക്കേണ്ട എത്ര? 3 × 5 പ്ലസ് 2 ബുക്ക് പെൻസിലിന് 2 × 3 പ്ലസ് 4 ബുക്കിന് 4 × 10, അല്ലെ? അപ്പൊ ഇത് വെച്ചിട്ട് 5 × 5 പ്ലസ് 3 × 3 പ്ലസ് 2 × 10, അതാണ് അനു കൊടുക്കേണ്ട ടോട്ടൽ സംഖ്യ. വിനു കൊടുക്കേണ്ട ടോട്ടൽ സംഖ്യ 3 × 5 പ്ലസ് 2 × 3 പ്ലസ് 4 × 10 ആണ്. ഓക്കെ, ഇത് നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇത് നമ്മളെന്താണ് മെട്രിക്സിന്റെ രൂപത്തിൽ, നമ്പേഴ്സിന് റെക്ടാങ്കുലർ ഫോമിൽ എഴുതുന്നതാണല്ലോ മെട്രിക്സ്. ഇതാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ? ഇതിന് നമ്മളൊരു മെട്രിക്സ് ആയിട്ട് ഈ 2 കാര്യങ്ങളെയും ഒരു മെട്രിക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പൊ എങ്ങനെയാണ് ഇതിനെ നമ്മളിങ്ങനെ റെക്ടാങ്കുലർ ബോക്സിന്റെ ഉള്ളിൽ നമ്മൾ രേഖപ്പെടുത്തി. ഓക്കെ, അതേപോലെ ഇതിനെയും നമ്മൾ ഒരു റെക്ടാങ്കുലർ ബോക്സിൽ രേഖപ്പെടുത്തി. ഇപ്പോ നോക്കൂ, ഇത് ഒരു മെട്രിക്സ് ആണ്, ഇതൊരു മെട്രിക്സ് ആണ്. ഓക്കെ, ഇതിന് രണ്ടിന്റെയും പ്രോഡക്റ്റ് എന്താണ്? അപ്പൊ നോക്കൂ, ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇത് എ എന്ന് പറയുന്ന മെട്രിക്സും ഇത് ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സും ആണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഇത് എന്താണ് സാധനങ്ങളൊക്കെ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ഇതിന്റെ ഈ 2 മെട്രിക്സിന്റെയും പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അതായത് ഈ രണ്ട് മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് നമുക്ക് കിട്ടുന്ന ആൻസർ, അല്ലെങ്കിൽ എന്ത് ആണ് നമുക്ക് കിട്ടുന്ന മെട്രിക്സ്, ഏത് രൂപത്തിലുള്ള മെട്രിക്സ് ആയിരിക്കും എന്നുള്ളതാണിത് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കിവിടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു അല്ലേ. അനു കൊടുക്കേണ്ട ടോട്ടൽ പൈസ എത്രയാണ് എന്ന് പറഞ്ഞു, 5 × 5 + 3 × 3 + 2 × 10. ബിന് കൊടുക്കേണ്ട ടോട്ടൽ പൈസ എത്രയാണെന്ന് പറഞ്ഞു, 3 × 5 + 2 × 3 + 4 × 10. ഓക്കെ, ഈ ടോട്ടൽ എമൗണ്ട് എത്ര എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, അനു കൊടുക്കേണ്ട ടോട്ടൽ എമൗണ്ട് 5 × 5 പ്ലസ് 3 × 3 പ്ലസ് 2 × 10. ഇത് അനു കൊടുക്കേണ്ട ടോട്ടൽ എമൗണ്ട് ആണ്. വിന് കൊടുക്കേണ്ട ടോട്ടൽ എമൗണ്ട് എത്ര? 3 × 5 പ്ലസ് 2 × 3 പ്ലസ് 4 × 10. ഓക്കെ, ഇത് ടോട്ടൽ എത്രയാണ്? നോക്കൂ, 25 9 പ്ലസ് 20 എത്രയാണ് ടോട്ടൽ വരും? എത്രയാണ്? 54 എന്ന് വരും ടോട്ടൽ അല്ലേ. 3 × 5 15 പ്ലസ് 6 21 പ്ലസ് 40 എത്രയാണ്? 61 എന്ന് വരും അല്ലേ. അപ്പൊ 60 ഇതിന്റെ ടോട്ടൽ ഇതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മള് ചെയ്ത കാര്യം എന്താണ്? നോക്കൂ, ഈ ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ്, ബി എന്ന് പറയുന്ന മെട്രിക്സ് അല്ലേ, ഈ മെട്രിക്സിനെ ഈ റോ കൊണ്ട് ഇതിന്റെ ഈ കോളത്തിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, സെക്കൻഡ് റോ കൊണ്ട് ഇതിന്റെ കോളത്തിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. ഇങ്ങനെ എയും ബിയും രണ്ട് മെട്രിക്സുകളാണെങ്കിൽ ഇവയെ ഈ രൂപത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ ആണ് നമ്മൾ പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ഇൻറ്റു ബി, ദാറ്റ് ഈസ് എ ബി ഇസ് ഈക്വൽ ടു, നോക്കൂ ഇതാണ്. ഇതെന്താ? ഇതിന്റെ ആൻസർ നമുക്കറിയാം, നമുക്കറിയാം ഇസ് ഈക്വൽ ടു. അപ്പൊ എ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്ത മെട്രിക്സ് ആണ് എ ബി എന്ന് പറയുന്ന മെട്രിക്സ്. ആ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ് 54 61 എന്ന് പറയുന്ന ഒരു മെട്രിക്സ്. ഇനി എന്താണ് ഇതിന്റെ? ഇപ്പൊ ഈ എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്, ബി എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്, എ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒക്കെ ഒരു ഓർഡർ എന്താ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ പറഞ്ഞ 3 മെട്രിക്സുകൾ എയും ബിയും എ ബി എന്ന് പറയുന്ന ഈ മെട്രിക്സ്, ഇതിന്റെ ഓർഡർ നോക്കാം നമുക്ക്. നോക്കൂ, ഇതിന്റെ ഓർഡർ എ എന്ന് പറയുന്ന മെട്രിക്സില് 2 റോയും 3 കോളമുള്ള, അപ്പൊ 2/3 ഓർഡറുള്ള മെട്രിക്സ് ആണ്. ബി എന്ന് പറയുന്ന മെട്രിക്സില് 3 റോയും 1 കോളം ഉള്ളത്, അപ്പൊ 3/1 മെട്രിക്സ് ആണ്. നോക്കൂ, എ ബി എന്ന് പറയുന്ന മെട്രിക്സില് 2/1 മെട്രിക്സ്. ഓക്കെ, അപ്പോ എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ 2/1 ആണ്. എയുടെ ഓർഡർ 2/3, ബിയുടെ ഓർഡർ 3/1. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അഡീഷനും സബ്സ്ട്രാക്ഷനും. പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? 2 മെട്രിക്സുകൾ ആഡ് ചെയ്യുന്നതിന് കംഫർട്ടബിൾ ആവണമെങ്കിൽ ആ 2 മെട്രിക്സും ഒരേ ഓർഡറിലാവണം എന്നാണ് പറഞ്ഞത് അല്ലേ. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും ഒരേ ഓർഡർ ആണോ? അല്ല. എ എന്ന് പറയുന്നത് 2/3 ആണ്, മറ്റേന്താണ് 3/1 ആണ് അല്ലേ. അപ്പോൾ നോർമലി എന്താണ്? 2 മെട്രിക്സും ഒരേ ഓർഡറിലല്ല. അപ്പം അഡീഷൻ എന്ന് പറയുന്നത് കംഫർട്ടബിൾ ആവണ മാതിരിയല്ല. മൾട്ടിപ്ലിക്കേഷന് 2 മെട്രിക്സ് എന്താണ് പറ്റുമോ ഇല്ല എന്നുള്ളത് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പൊ എന്താണ് ഇവിടെ ഒരു പ്രത്യേകത? നോക്കൂ, ഇതിന് 2 റോയും 3 കോളമുള്ളത്, ഇതിന് 3 റോയും 1 കോളമാണുള്ളത് അല്ലേ. ഇവിടെ ഒരു രണ്ടിനും പൊതുവായിട്ടുള്ള ഒരു സാധനമുണ്ട്. എന്താണ്? ഇതിന്റെ നമ്പർ ഓഫ് കോളംസും ഇതിന്റെ നമ്പർ ഓഫ് റോസും സെയിം ആണ് അല്ലേ. നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും സെയിം ആണ്. മറ്റൊന്ന് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ എ ബി എന്ന് പറയുന്ന മെട്രിക്സ് എടുക്കുമ്പോൾ നമ്മൾ നോക്കൂ, എ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താ? 2/1 ആണ്. അത് ഇതായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് കാണാം. എന്താണ്? 2/3 ഇൻറ്റു 3/1 മെട്രിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് മെട്രിക്സിന്റെ ഓർഡർ
2/1 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ 2/1 എന്നുള്ള ഓർഡറിലുള്ള മെട്രിക്സ് ആണ് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. 2/1 എന്നുള്ള ഓർഡറിലെ മെട്രിക്സ്. അപ്പോൾ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലിക്കേഷന് കംഫർട്ടബിൾ ആവുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടതാണ് ആദ്യത്തെ മെട്രിക്സിന്റെ കോളവും ആദ്യത്തെ മെട്രിക്സിന്റെ കോളവും രണ്ടാമത്തെ മെട്രിക്സിന്റെ റോയും ഈക്വൽ ആകുമ്പോൾ അല്ലേ? നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. സാധാരണ നമ്മൾ പറയുന്നതാണ് കോളം റോ അല്ലേ? ഇത് രണ്ടും സെയിം ആവണം. സെയിം. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ പറയുന്നതാണ് CR സെയിം എന്ന് നമ്മൾ പറയും. CR സെയിം എന്ന് പറഞ്ഞാൽ കോളും റോയും സെയിം ആണ്. കോളവും റോയും സെയിം ആയാൽ മാത്രമേ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലിക്കേഷന് കംഫർട്ടബിൾ ആവുന്നുള്ളൂ. ഇത് ഓർത്ത് വെച്ചാൽ മതി. ഇതങ്ങനെ ഒരു ഇതൊന്നുമല്ല, നമ്മളെന്താണ് സാധാരണ കുട്ടികൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്ന ഒരു സാധനമാണ്. രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലിക്കേഷന് കംഫർട്ടബിൾ ആവണമെങ്കിൽ അവയുടെ CR സെയിം ആയിരിക്കണം. CR സെയിം എന്ന് പറയുന്ന റൂൾ അവിടെ വേണം. അതായത് ആദ്യത്തെ മെട്രിക്സിന്റെ കോളം, രണ്ടാമത്തെ മെട്രിക്സിന്റെ റോ, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രമേ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലിക്കേഷന് കംഫർട്ടബിൾ ആവുന്നുള്ളൂ. ഓക്കെ, ഇനി നോക്കൂ, പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയ മെട്രിക്സ് AB എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയി കിട്ടിയ മെട്രിക്സ് അത് എന്താണ്? അതിന്റെ ഓർഡർ എന്താണ്? 2/1 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് 2/3ഉം 3/1ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് ഓർഡർ 2/1 ആയിരിക്കും. അത് അടുത്ത കാര്യം. ഇനി എങ്ങനെയാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? എങ്ങനെയാണ് നോക്കൂ, നമ്മൾ കണ്ടതാണ് ഈ റോ നമ്മൾ എടുത്തു, ഇതിന്റെ കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ റോ നമ്മൾ എടുത്തു, ഇതിന്റെ കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്താണ്? റോ കോളം. ഓക്കെ, റോ കോളം മൾട്ടിപ്ലിക്കേഷൻ, RC ഓപ്പറേഷൻ. അപ്പോൾ അടുത്തത് ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സാധാരണ പറയുന്ന ചില കാര്യങ്ങളാണ്. നോക്കൂ, ഇതൊന്നാണ് രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലിക്കേഷൻ കംഫർട്ടബിൾ ആവുന്നത് അത് CR സെയിം ആകുമ്പോഴാണ്. അതിന്റെ കോളവും റോവും സെയിം ആകുമ്പോൾ. എന്താണ് അത് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അത് RC ഓപ്പറേഷൻ ആണ്. RC ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു കോളം ഓപ്പറേഷൻ. RC ഓപ്പറേഷൻ, റോ ഇൻറ്റു കോളം ഓപ്പറേഷൻ. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം ഇതാണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് രണ്ട് മെട്രിക്സുകൾ കംഫർട്ട് ആവുന്നത് എപ്പോഴാന്നുള്ള കാര്യം, അത് CR സെയിം എന്നുള്ള ഒരു കാര്യം ഓർത്ത് വെക്കുക. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? RC ഓപ്പറേഷൻ ആണ്. RC ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റോ ഇൻറ്റു കോളം, ആദ്യത്തിന്റെ റോ ഇൻറ്റു രണ്ടാമത്തെ കോളം. ഇതാണ് മറ്റൊരു കാര്യം. മറ്റൊന്ന്, ഇതിന്റെ പ്രോഡക്റ്റ് മെട്രിക്സിന്റെ ഓർഡർ മുൻകൂട്ടി നമുക്ക് പറയാൻ സാധിക്കും. രണ്ട് മെട്രിക്സുകൾ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ആയിട്ട് അതിന്റെ പ്രോഡക്റ്റ് മെട്രിക്സ് ഏതാന്നുള്ളത് AB എന്നിവ കിട്ടിക്കഴിഞ്ഞാൽ ABയുടെ ഓർഡർ എന്താവും എന്ന് നമുക്ക് ആദ്യം തന്നെ പറയാം. ഇതാണ് ABന്റെ ഓർഡർ, ഇതായിരിക്കും 2/1 ആയിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഒരു ഇത് പറയുകയാണെങ്കിൽ A എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്, B എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്. അപ്പോൾ A എന്ന് പറയുന്ന മെട്രിക്സ് ഒരു M/N ഓർഡറുള്ള മെട്രിക്സും B എന്ന് പറയുന്നത് ഒരു N/P ഓർഡറുള്ള മെട്രിക്സും ആണെങ്കിൽ എങ്ങനെയാണ് അത് മൾട്ടിപ്ലൈ ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ അടുത്ത ഇതിൽ നമ്മൾ പറയും. അത് എങ്ങനെയാണ് ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇനി നമുക്ക് പറയാം. നമ്മൾ ജനറൽ ആയിട്ട് പറയാം. നമുക്ക് A എന്നുള്ളൊരു മെട്രിക്സ് നമ്മൾ ജനറൽ ഫോമിൽ എങ്ങനെയാണ് എഴുതുക? ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജനറൽ ഫോമിൽ ഒരു ജനറൽ എലമെന്റ് AIJ എടുത്തിട്ടാണ് നമ്മൾ എഴുതുക. നമുക്ക് A എന്ന് പറയുന്ന മെട്രിക്സ് AIJ ഓഫ് ദ ഓർഡർ M/N ഉം B എന്ന് പറയുന്ന മെട്രിക്സ് BIJ ഓഫ് ദ ഓർഡർ N/P ആയാൽ ഇതിന്റെ രണ്ടിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അതായത് എയുടെയും ബിയുടെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ദാറ്റ് ഇംപ്ലൈസ് പ്രോഡക്റ്റ് ഓഫ് A and B, AB എന്ന് പറയുന്നത് വേറൊരു മെട്രിക്സ് ആയിരിക്കും അല്ലെ? വേറൊരു മെട്രിക്സ് ആയിരിക്കും. ആ മെട്രിക്സ് മെട്രിക്സ് CIJ ഒരു കോമൺ എലമെന്റ് ആണ്. ഇത് ജനറൽ ആയിട്ട് പറയുന്ന കോമൺ എലമെന്റ് ആണ്. ഇതിന്റെ ഓർഡർ എന്തായിരിക്കും? നമുക്കറിയാം, M/N ഓർഡറുള്ള മെട്രിക്സും N/P ഓർഡറുള്ള മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതിന്റെ ഓർഡർ എന്തായിരിക്കും? M/P
പി ആയിരിക്കും. ഇതൊരു എം ബൈ പി മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ എന്താണ് ഇവിടെ നമുക്കറിയാം ഇതിന്റെ കോളവും CR സെയിം ആണ് അല്ലെ, കോളവും റോയും സെയിം ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? എം ബൈ പി ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, എ എം ബൈ എന്നും ബി എൻ ബൈ പിയും മെട്രിക്സ് ആണെങ്കിൽ ഇതിന് രണ്ടും കൂടി പ്രോഡക്റ്റ് എന്ന് പറയുന്ന മെട്രിക്സ്, പ്രോഡക്റ്റ് എന്ന് പറയുന്ന എ ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഓഫ് ദ ഓർഡർ എം ബൈ പി ഓർഡറിലായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്നത് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്. ഇത് ഇതിന് ജനറൽ ആയിട്ട് എയും ബിയും രണ്ട് ജനറൽ മെട്രിക്സ് എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണ്. 2-3 മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷനും കാണിച്ചിട്ട് ഈ ക്ലാസ് നിർത്തും. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ എന്താണ് അടുത്ത ക്ലാസ്സിൽ മെട്രിക്സ് പോളിനോമിയൽ എന്താണെന്നുള്ളൂ, അതുപോലെ എന്താണ് ഇതിലെ ബാക്കിയുള്ള പ്രോബ്ലംസ് സൈഡ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് എന്താണ് 2-3 മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ പരിപാടി ഈ സെഷൻ നിർത്തുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് കുറേ മെട്രിക്സുകൾ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. ഓക്കെ, അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ തറോ ആയതിനു ശേഷം മാത്രമേ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാൻ കഴിയുള്ളൂ. 2 മെട്രിക്സുകൾ ഞാൻ ബോർഡിന് മുകളിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് എ എന്ന് പറയുന്ന മെട്രിക്സ് 4 1 6 2 1 8, ബി എന്ന് പറയുന്ന മെട്രിക്സ് 2 1 -1 2 1 2. ഓക്കെ, ഈ 2 മെട്രിക്സുകളും മൾട്ടിപ്ലിക്കേഷന് പറ്റുന്ന മെട്രിക്സ് ആണോ, മൾട്ടിപ്ലിക്കേഷൻ കംഫർട്ടബിൾ ആണോ, ഈ 2 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം നോക്കേണ്ടത് എന്താണ്, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കണമെങ്കിൽ എന്ത് വേണം, ഇതിന്റെ രണ്ടിന്റെയും ഓർഡർ നമ്മൾ നോക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഓർഡർ 2/3 അല്ലെ, 2 റോ 3 കോളം. ഇതിന്റെ ഓർഡർ എത്രയാണ്? 3/2 അല്ലെ. ഇതിന്റെ ഓർഡർ നോക്കൂ, എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ 2/3 ആണ്, ഇതിന്റെ ഓർഡർ 3/2 ആണ്. എന്താ നമ്മൾ നോക്കുക, മൾട്ടിപ്ലിക്കേഷന് കംഫർട്ടബിൾ ആവണോ നോക്കണമെങ്കിൽ CR സെയിം ആണോ നോക്കണം. CR സെയിം എന്ന് പറഞ്ഞാൽ ആദ്യത്തിന്റെ കോളവും രണ്ടാമത്തെ റോയും സെയിം ആണ്. ആദ്യത്തിന്റെ കോളം ഇതാണ് 3, രണ്ടാമത്തെ റോ ഇതാണ് 3, രണ്ടും എന്താണ് സെയിം ആണ് അല്ലെ. അതുകൊണ്ട് ഈ 2 മെട്രിക്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എ ബി എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. കാരണം ഇതിന്റെ റൂൾ പ്രകാരം എന്താണ് അത് മൾട്ടിപ്ലിക്കേഷന് കംഫർട്ടബിൾ ആണ് അല്ലേ. ഇനി എ ബി എങ്ങനെയാണ് കാണുന്നത്, എ ബിയുടെ ഓർഡർ എന്താവും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കും. 2/3 മെട്രിക്സും 3/2 മെട്രിക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ ഏതാണെന്ന് നമുക്കറിയാതെ 2/2 മെട്രിക്സ് ആണ് അല്ലെ. 2/2 മെട്രിക്സ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ ആദ്യം തന്നെ ഈ മെട്രിക്സ് കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇത് ഒരു 2/2 മെട്രിക്സ് ആണ് എന്നത് നമുക്ക് പറയാൻ പറ്റും. 2/2 ആണെങ്കിൽ 2 റോ 2 കോളം, ഇതൊരു കോളം ഒരു കോളം അല്ലേ. ഇവിടെ ഒരു എലമെന്റ് ഉണ്ടായിരിക്കും, ഇവിടെ ഒരു എലമെന്റ് ഉണ്ടായിരിക്കും, ഇവിടെ ഒരു എലമെന്റ് ആയിരിക്കും. ഇതാണ് 2/2 മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് മൾട്ടിപ്ലിക്കേഷൻ കംഫർട്ടബിൾ ആയതുകൊണ്ട് ഇത് രണ്ടും എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നാണ് നമ്മൾ അടുത്ത് നോക്കേണ്ട കാര്യം. നമുക്കറിയാം എന്താണ് RC ഓപ്പറേഷൻ ആണ് അല്ലെ. RC ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു കോളം. അപ്പൊ ഇതിന് ഫസ്റ്റ് ഈ എലമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ ആദ്യം ഇതിന്റെ ഈ റോയും ഈ മെട്രിക്സിന്റെ ഈ കോളവും ആദ്യത്തെ കോളം അല്ലെ, ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ എലമെന്റ് കിട്ടും. അപ്പൊ നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഈ എലമെന്റ് എങ്ങനെ കിട്ടും നോക്കൂ. 4 × 2 പ്ലസ് 1 × -1 പ്ലസ് 6 × 1. ഇതാണ് ഈ എലമെന്റ്. ഇനി ഈ എലമെന്റ് ഏതാണ്? ഈ എലമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ റോ തന്നെ. ഈ റോനെ കൊണ്ട് ആദ്യം എല്ലാ കോളത്തിനും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ റോ കൊണ്ട് എന്താണ് രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. നോക്കൂ, ഏതാ 4 × 1 പ്ലസ് 1 × 2 പ്ലസ് 6 × 2. ഇപ്പോൾ ഈ റോയുടെ പണി തീർന്നു അല്ലേ. ഈ റോ കൊണ്ട് സാധ്യമായിട്ടുള്ള എല്ലാ കോളത്തിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു.
2 × 2 ആകുമ്പോൾ 4 എലമെന്റ്സ് അതിലുണ്ടാവുക. 2x2 മെട്രിക്സ് ഓർഡർ ആകുമ്പോൾ 2x2 എന്ന് പറയുമ്പോൾ അതിൽ എത്ര എലമെന്റ് അവിടുന്ന് കൃത്യമാണ്, 2 × 2 എലമെന്റ് ആണ്. അപ്പോൾ 4 എലമെന്റ് ഉണ്ടാവും, അതിൽ 2 എലമെന്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ ഉള്ള 2 എലമെന്റ് കൂടി നമുക്ക് കിട്ടണം. അത് നമുക്ക് നോക്കൂ, ഈ റോ എടുക്കുന്നു, ഈ റോ ഇൻറ്റു ദിസ് കോളം. ഓക്കെ, അപ്പൊ അതാണ് ഈ എലമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് 2 × 2 പ്ലസ് 1 × -1 പ്ലസ് 8 × 1 ഈ എലമെന്റ് ആണ്. ഇനി ഈ എലമെന്റ് കിട്ടണമെങ്കിൽ ഇതേ കോളം കൊണ്ട്, ഇതേ റോ കൊണ്ട് അടുത്ത കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ. നമുക്ക് 2 × 1 2 × 1 പ്ലസ് 1 × 2 പ്ലസ് 1 × 2 പ്ലസ് 8 × 2. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഉത്തരമായി അല്ലേ. ഇത് ഇനി നമ്മൾ എന്താണ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് മാട്രിക്സ് നമുക്ക് കിട്ടി. 2x2 ഓർഡറുള്ള പ്രോഡക്റ്റ് മാട്രിക്സ് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത്. ജസ്റ്റ് ഇനി മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. 8 പ്ലസ് 8 - 1 പ്ലസ് 6 അല്ലേ. അപ്പോൾ 7 പ്ലസ് 6 എത്രയാണ്, 13. ഇനി ഇത് എന്താണ്, 4 × 4 പ്ലസ് 2 4 പ്ലസ് 1 × 2 പ്ലസ് 6 × 8 ആണ്, പ്ലസ് 6 × 2 അപ്പോൾ എന്താണ് 4 പ്ലസ് 2 പ്ലസ് 6 എത്രയാണ്, 4 പ്ലസ് 2 പ്ലസ് 6 × 2 12 അല്ലേ. അപ്പോൾ 6 പ്ലസ് 12 that is 18 അല്ലേ. ആ എലമെന്റ് കിട്ടി. ഇനി ഈ എലമെന്റ് 2 × 2 4 1 × -1 ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക് നോക്കൂ. ഇറ്റ് ഈസ് 11 അല്ലേ. 4 - 1 പ്ലസ് 8 that is 11. ഇനി 2 × 1 2 പ്ലസ് 2 4 2 × 8 16 16 പ്ലസ് 4 20. നോക്കൂ, എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന എ ബി എന്ന് പറയുന്ന മെട്രിക്സ് ആണിത്. അപ്പൊ ഇതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 2 മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം, അവയുടെ ഓർഡർ നോക്കണം. CR സെയിം ആണോ നോക്കണം. CR സെയിം ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ അർത്ഥം. മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, RC ഓപ്പറേഷൻ ആണ്, റോ ഇൻറ്റു ഈച്ച് കോളം. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി പല ഓർഡറിലുള്ള മെട്രിക്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇനിയിപ്പോൾ നോക്കൂ, ഈ ബി എന്ന് പറയുന്ന മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സിനെ ബി എന്ന് പറയുന്ന മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മളപ്പോൾ പറഞ്ഞു അല്ലേ. ഇനി ബി ഇൻറ്റു എ കാണാൻ പറ്റുമോ? ബി ഇൻറ്റു എ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ എന്താണ് ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ ആദ്യം എഴുതാം. നോക്കൂ, ബി എന്ന് പറയുന്ന മെട്രിക്സ് ഏതാണ്, ബി എന്ന് പറയുന്ന മെട്രിക്സ് 3/2 ഓർഡറുള്ള മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്ന മെട്രിക്സ് ഏത് ഓർഡറുള്ള, ഇറ്റ് ഈസ് 2/3 ഓർഡറുള്ള മെട്രിക്സ് ആണ് അല്ലേ. 2/3 ഓർഡറുള്ള മെട്രിക്സ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് CR സെയിം ആണ്. ഇവിടുത്തെ റോയും ഇവിടുത്തെ കോളവും ഇവിടുത്തെ റോയും സെയിം ആണ്. അതുകൊണ്ടാണ് BA പോസിബിൾ ആണ്, BA കാണാൻ പറ്റും. പക്ഷെ AB എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്, അതേ മെട്രിക്സ് തന്നെ ആവോ BA? ഒരിക്കലാവില്ല. കാരണം എന്താണ്, ഇവിടെ ഇതിന്റെ റോ ഇൻറ്റു കോളാണ്. ഇവിടെ വരുമ്പോഴാണ് ഈ റോ ഇൻറ്റു ദിസ് കോളം ആണ് വരിക അല്ലേ. അപ്പം എബിയും BAയും ഒരിക്കലും ഈക്വൽ ആയിക്കൊള്ളുന്നില്ല. ഓക്കെ, എബിയും BAയും അത് രണ്ടും ഒരേ മെട്രിക്സ് ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ എന്ത് പറ്റില്ല, ചിലപ്പോൾ AB കാണാൻ പറ്റും, BA കാണാൻ പറ്റില്ല എന്ന് വരും. BA കംഫർട്ടബിൾ ആണ്, ഇവിടെ കംഫർട്ടബിൾ ആണ്. BA രണ്ടും ഇതിന്റെ റോയും ബിയുടെ കോളം എയുടെ റോയും ഈക്വൽ ആയതുകൊണ്ട് എന്താണ് കംഫർട്ടബിൾ ആണ്. ചില സമയത്ത് അത് പറ്റില്ല എന്ന് വരും. ഓക്കെ, അപ്പോൾ എ ബിയും മൾട്ടിപ്ലിക്കേഷൻ കംഫർട്ടബിൾ ആണെന്ന് പറയുമ്പോൾ എന്താണ്, അത് BA പറ്റിക്കൊള്ളണമെന്നില്ല. AB കാണാൻ പറ്റും, നീ BA കാണാൻ പറ്റുന്നുണ്ടെങ്കിലും BAയും ABയും ഈക്വൽ ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അതായത് AB നോട്ട് ഈക്വൽ ടു BA ആൾവേസ്. സോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് പറയും. A+B B+C ആണെങ്കിൽ നമ്മൾ പറയാം മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാം. അതേപോലെ മെട്രിക്സ് അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് പറയാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അത് പോലെ എന്താണ് അല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല. മെട്രിക് മൾട്ടിപ്ലിക്കേഷൻ എല്ലായ്പ്പോഴും ABയും BAയും ഈക്വൽ ആയിക്കൊള്ളണം എന്നില്ല.
ഇത്രയും കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ് നിർത്തുകയാണ്, ചെറിയ ഒരു ക്ലാസ്. ഓക്കെ, അപ്പം ഇതൊന്ന് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ചെയ്ത് ഒന്ന് കൃത്യമായിട്ട് 2-3 മെട്രിക്സുകൾ എടുത്തിട്ട് ഒന്ന് ചെയ്ത് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലിക്കേഷനും പോളിനോമിയൽ മെട്രിക്സ് എന്താണെന്നും കുറേ പോളിനോമിയൽ മെട്രിക്സുകൾ തന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. അതുവരേക്കും ഗുഡ് ബൈ.